ചേട്ടാ നമസ്കാരം. കൊല്ലം ഇടനാട് ഫോക്ക് മീഡിയയുടെ പ്രൊഡ്യൂസർ എന്ന നിലയിൽ ചേട്ടൻ്റെ അടുത്ത് ചോദിക്കുകയാണ്. കൊല്ലം ഇടനാട് ഫോക്ക് മീഡിയ ഈ വർഷം വേദികളിൽ എത്തിക്കുന്ന ഏറ്റവും വലിയ പ്രോഗ്രാമാണ്, ഏറ്റവും പുതിയ പ്രോഗ്രാമാണ് ചെമ്പട്ട്. അപ്പോൾ ഈ ചെമ്പട്ടിൻ്റെ ഒരു വിലയിരുത്തൽ ഈ ഒരു സീസൺ ആണെന്ന് വെച്ചാൽ ഇപ്പം നാടൻ പാട്ടുകൾ ഒരുപാടുള്ള ഒരു സമയമാണ്. അപ്പോൾ അതിനിടയിൽ നമ്മൾ ഈ പ്രോഗ്രാം എത്രത്തോളം നമുക്ക് വിജയിപ്പിച്ച് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളൊരു ചേട്ടൻ്റെ ഈ ഒരു പ്രോഗ്രാമിനെ കുറിച്ചൊരു വാല്യൂ എന്ന് പറയാം. നമ്മുടെ പ്രോഗ്രാം മൂന്നാമത്തെ വർഷമാണ് ഈ സമിതി തുടങ്ങിയിട്ടത്. നമ്മൾ ഏകദേശം 100 മേളിൽ പ്രോഗ്രാം കളിക്കുന്നുണ്ട്. ഈ വർഷം അങ്ങനെ തന്നെ പോകുമെന്നാണ് നമ്മളൊരു പ്രതീക്ഷ. ചെമ്പട്ടത്തെ പ്രോഗ്രാം ഏകദേശം 10-20 ആർട്ടിസ്റ്റുകൾ ഉണ്ട്. സ്ഥിരം നിൽക്കുന്ന ആർട്ടിസ്റ്റുകളാണ് ഇതിലൂടെ നിൽക്കുന്ന ആർട്ടിസ്റ്റുകൾ. പിന്നെ 10-30,000 വാട്ട്സ് ലൈറ്റ്, സൗണ്ട്, 2 വണ്ടി ഒക്കെ വെച്ചാണ് നമ്മൾ പ്രോഗ്രാം പോണത്. അപ്പോൾ അത്രയും പവറാണ് ആ പ്രോഗ്രാമിന്. അതാണെങ്കിൽ വിഷ്വൽസ് സൈഡ് ചെയ്യുന്നത് പിന്നെ ഒരു 10-12ഓളം വിഷ്വൽസ് ഉണ്ട്. ആ രീതിയിലാണ് പ്രോഗ്രാം സെറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് 100% നമുക്ക് ഗ്യാരണ്ടിയിലാണ് പ്രോഗ്രാം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അത് നല്ല രീതിയിൽ പോകുന്നുണ്ട്. കളിച്ചെടുത്ത് പോകണം, പ്രോഗ്രാം കളിച്ചെടുത്താലും എല്ലാം നല്ല അഭിപ്രായത്തിൽ തന്നെയാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ചേട്ടാ, പിന്നെ പ്രത്യേകിച്ച് പറയണത് നാടൻ പാട്ടുകളുടെ ഒരു ശൈലി എന്ന് പറഞ്ഞാൽ എല്ലാം ഒരേ കണക്കാണ്. അപ്പോൾ അതിൽ നിന്നും വ്യത്യസ്തമായ എന്തെങ്കിലും ജനങ്ങൾക്ക് കൊടുക്കുന്നുണ്ടോ? അത് നമ്മൾ പ്രോഗ്രാം സെറ്റ് ചെയ്തിരിക്കുന്നത് നമ്മൾ ഏകദേശം എല്ലാ ജനങ്ങൾക്കും അറിയാവുന്ന പാട്ടുകൾ, നമ്മൾ പുതിയ പാട്ടുകൾ ഉപരി ജനങ്ങൾക്ക് അറിയാവുന്ന പാട്ടുകളാണ് നമ്മൾ കൂടുതൽ പരിഗണന കൊടുത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് ഒരു അടിച്ചുപൊളി, നമ്മൾ ഉത്സവം എങ്ങനെ ആയിരിക്കണം എന്നതിന് ഉള്ള ഒരു പ്രോഗ്രാമായിരിക്കും നമ്മൾ തീർച്ചയായിട്ടും ജനങ്ങൾക്ക് കൊടുക്കുന്നത്. ആ രീതിയിലൊരു അടിച്ചുപൊളി പ്രോഗ്രാമാണ് ചെമ്പട്ടെന്ന് പറയുന്നത്. അത് നല്ല ഗ്യാരണ്ടിയാണ്. ചേട്ടൻ ഫുൾ ഗ്യാരണ്ടിയിലൂടെയാണ് പ്രാവശ്യം പ്രോഗ്രാം ഇറക്കിയിരിക്കുന്നത്. അപ്പം ഈ ഉത്സവ കമ്മിറ്റിക്കാർക്കും ചേട്ടൻ ഈ ഏജൻസികളൊക്കെ ആണല്ലോ പ്രോഗ്രാം തരുന്നത്. അവർക്ക് എന്തെങ്കിലും ചേട്ടൻ അവരുടെ അടുത്ത് പറയാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാൽ കൊള്ളാമായിരുന്നു. ഏജൻസികൾ നമ്മളെ മാക്സിമം 100% സഹായിക്കുന്നുണ്ട്. അപ്പം പിന്നെ നമ്മൾ അന്വേഷിച്ചിരിക്കുന്നവർക്ക് കൃത്യമായി പ്രോഗ്രാമുകൾ ബുക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ അന്വേഷിച്ച ഏജൻസി ഓഫീസുകളിൽ ചെല്ലാറുണ്ട്. നമ്മളെ സ്ഥിരം കമ്മിറ്റിക്കാരുമുണ്ട്. നമ്മൾ സ്ഥിരം കമ്മിറ്റിക്കാർ വിളിക്കുമ്പോൾ തന്നെ നമ്മൾ എൻ്റെ അടുത്ത് ബുക്ക് ചെയ്തോ എന്ന് പറഞ്ഞാണ് നമ്മൾ പ്രോഗ്രാം എടുത്തത്. 100% ആ രീതിക്ക് തന്നെയാണ് പ്രോഗ്രാം അവർ ബുക്ക് ചെയ്യുന്നതും. അങ്ങനെ തന്നെ ഏജൻസി ഓഫീസിൽ തന്നെ ചെന്നാണ് പ്രോഗ്രാം ബുക്ക് ചെയ്യുന്നത്. ആണല്ലേ? അപ്പം ചേട്ടാ, ഈ ഒരു ഉത്സവ സീസണിൽ ചെമ്പട്ടെന്ന് പറയുന്ന പ്രോഗ്രാം ഒരുപാട് വേദികൾ പിന്നിടാനുള്ള എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ. ഒപ്പം ചേട്ടനും ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള ഒരു അവസാനത്തെ ഒരു അറിയിപ്പ് ഒരു ജനങ്ങൾക്ക്, അല്ലെങ്കിൽ നമ്മളെ ഏജൻസി സുഹൃത്തുക്കൾ, അല്ലെങ്കിൽ ഇന്ന് നമ്മളെ കലകൾ കണ്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങൾക്ക് കൊടുക്കാനുള്ളതാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ഈ പ്രോഗ്രാം ബുക്ക് ചെയ്യുക. ഒരു ഉത്സവ പ്രോഗ്രാം അടിച്ച് പൊളിച്ച് നമുക്ക് 100% ഗ്യാരണ്ടിയിൽ ആ പ്രോഗ്രാം ചെയ്യാം. അത് നമ്മൾ ഓക്കെ പറയുകയാണ്. അതിനകത്ത് യാതൊരു മാറ്റവുമില്ല. 100% ഒരു സക്സസ്ഫുൾ പ്രോഗ്രാമാണ് ചെമ്പട്ടെന്ന് പറഞ്ഞത്. അതിൽ ബുക്ക് ചെയ്യുന്ന വ്യക്തിക്ക് യാതൊരുവിധ മോശം അഭിപ്രായം വരുന്ന രീതിയിൽ പ്രോഗ്രാം ചെയ്യില്ല. അത് നമ്മൾ ഗ്യാരണ്ടിയാണ്. ആ രീതിയിലാണ് പ്രോഗ്രാം സെറ്റ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ എല്ലാവരും ഈ ചെമ്പട്ട്, കൊല്ലം ഇടനാട് ഫോക്ക് മീഡിയയുടെ ചെമ്പട്ടെന്ന പ്രോഗ്രാമിന് വേദികൾ നൽകി അനുഗ്രഹിക്കുക. അപ്പോൾ എല്ലാവിധ ആശംസകളും ചേട്ടനും സമിതിക്കും ഉണ്ടാവട്ടെ എന്ന് ഞങ്ങളും ആശംസിക്കുകയാണ് കേട്ടോ. തീർച്ചയായിട്ടും. ഓക്കെ, നന്ദി.